ഏറ്റവും പ്രിയങ്കരനായ പമ്പേട്ടൻ, കലച്ചേച്ചി, അവരുടെ രണ്ട് പ്രിയപ്പെട്ട മക്കൾ, വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഷംസുദ്ദീൻ അവർകൾ, അതുപോലെ തന്നെ MLA ശ്രീ M. വിൻസെന്റ്, ശ്രീ പ്രേംകുമാർ, ശ്രീ കൃഷ്ണദാസ് അവർകൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഇന്നിവിടെ സഹായം ഏറ്റുവാങ്ങിയ വ്യക്തികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു വലിയ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ഈ പരിപാടിയുടെ മഹത്വത്തെക്കുറിച്ച് വളരെ വിശദമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന രണ്ടുപേരാണ് പമ്പേട്ടനും കലച്ചേച്ചിയും. എനിക്ക് ഏറ്റവും എൻ്റെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ പ്രിയപ്പെട്ടവരും നമ്മുടെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. അപ്പം അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സഹായം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു പരിപാടിക്ക് എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ പമ്പേട്ടൻ എന്നെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എത്രയോ വലിയ ഉയരങ്ങളിൽ ബിസിനസ്സിൻ്റെ സാമ്രാജ്യങ്ങളിൽ വിരാജിക്കുമ്പോഴും ഏറ്റവും ലാളിത്യം മനസ്സിലും വാക്കുകളിലും പ്രവർത്തനത്തിലും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പമ്പേട്ടനും പമ്പേട്ടൻ്റെ കുടുംബവും. അത് ബഹ്റിനിൽ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചും ആ നാടിന് തന്നെ അദ്ദേഹം എത്ര വിലപ്പെട്ടതാണ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് പടിപടിയായി ഉയർന്ന് ഇന്ന് ഏറ്റവും ഉയരങ്ങളിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഈ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് ഒരു കുട്ടി ഇവിടെ പ്രാർത്ഥനാ ഗീതം ചൊല്ലിയിരുന്നു. മനസ്സ് നന്നാവട്ടെ, മതം ഏതെങ്കിലും ആവട്ടെ എന്ന ഗാനമായിരുന്നു ഇവിടെ ചൊല്ലിയത്. NSSൻ്റെ ഗാനം കൂടിയാണ്. അപ്പോൾ ആ പാട്ട് അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ ഗീതം വളരെ അന്വർത്ഥമാക്കുന്ന ഒരു കുടുംബമാണ് പമ്പേട്ടൻ്റെ കുടുംബം. നല്ല മനസ്സാണ്, വളരെ പയസ്സായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് രണ്ടുപേരും. അപ്പം അവരുടെ കൂടെ നമുക്ക് ചെലവഴിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് നമുക്കും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ പ്രചോദനവും ആത്മവിശ്വാസവും ഒക്കെ നമ്മളിൽ ജനിപ്പിക്കുന്ന ഒരു സാമീപ്യം കൂടിയാണ്. ഇനിയും കൂടുതൽ ആളുകളിലേക്ക് ആ സഹായം എത്തിക്കാൻ കഴിയട്ടെ. ഇന്നത്തെ ഈ പരിപാടിയിൽ ഞാൻ പറഞ്ഞ ഒരു സുജീഷ് എന്ന് പറയുന്ന ഒരു സഹോദരന് പമ്പേട്ടൻ ഒരു സഹായം ഇവിടെ കൊടുത്തിരുന്നു. നമ്മുടെ നാട്ടിൽ കനത്ത മഴ പെയ്ത സമയത്ത് സുജീഷിൻ്റെ വീട് തകർന്നു പോയതാണ്. പഞ്ചായത്തിൻ്റെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ സുജീഷിൻ്റെ പേരില്ലാത്തത് കൊണ്ട് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സുജീഷിന് ആ സഹായം എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പമ്പേട്ടനോട് ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇന്നിവിടെ പരിപാടി നടക്കുമ്പോൾ ഇവിടെ വെച്ച് തന്നെ അവരുടെ വീട് പൂർത്തീകരിക്കാനുള്ള സഹായം കൊടുക്കും എന്ന് പറയുകയും അതിവിടെ കൊടുക്കുകയും ചെയ്തു. പമ്പേട്ടനും കുടുംബത്തിനോടും അതിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകൾ അദ്ദേഹത്തിനും കലച്ചേച്ചിക്കും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും കുടുംബത്തിലെല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സൗഹൃദം എനിക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ്, സാഹോദര്യവും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തട്ടെ. MP-ക്ക് ഇന്ന് പങ്കെടുക്കാൻ സാധിക്കാത്തത് പാർലമെൻറ്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഈ പരിപാടി അദ്ദേഹം പങ്കെടുക്കാതിരിക്കില്ലായിരുന്നു. അതുകൂടി MP-ക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.